അപൂർവ ഇനം സംഗീത ഉപകരണമാണ് മോഹനവീണ. ലോകത്ത് തന്നെ ഈ ഉപകരണത്തിൽ പ്രാവീണ്യം സിദ്ധിച്ചവർ വളരെ വിരളമാണ്. അവരിലൊരാളാണ് മലയാളിയായ പോളി വർഗീസ്. 9ാം ക്ലാസ്സിൽ പലകുറി തോറ്റതോടെ മോഹനവീണയും തേടിയായിരുന്നു പിന്നീട് പോളി വർഗീസിൻ്റെ യാത്ര. പ്രവാസ ലോകത്ത് നിത്യസന്ദർശകനായ പോളി വർഗീസിൻ്റെ ജീവിതത്തിലേക്കാണ് ഇനി അടുത്തത്. ഇത് പോളി വർഗീസ്, തൃശൂർ സ്വദേശി. ലോകത്ത് മോഹനവീണ എന്ന അപൂർവ വാദ്യോപകരണം വായിക്കാൻ അറിയുന്ന 5 പേരിലൊരാൾ. 42 വർഷം മുമ്പ് ഗ്രാമി പുരസ്കാര ജേതാവ് പണ്ഡിറ്റ് വിശ്വമോഹന ഭട്ട് ആർച്ച് ടോപ്പ് ഗിറ്റാറിൽ 20 തന്ത്രികളുമായി രൂപകൽപ്പന ചെയ്ത വാദ്യോപകരണമാണ് മോഹനവീണ. യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച പോളി വർഗീസിന്റെ സംഗീതയാത്ര ചെന്നെത്തിയത് മോഹനവീണയുടെ ലോകത്തായിരുന്നു. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ തന്റെ ജീവിതം സംഗീതമാണെന്ന് പോളി നിശ്ചയിച്ചുറച്ചിരുന്നു. 8ാം ക്ലാസ് മുതൽ സംഗീത വിദ്യാഭ്യാസം ആരംഭിച്ചു. പിന്നെയെല്ലാം സംഗീതമായിരുന്നു. 9ാം ക്ലാസ്സിൽ 3 വട്ടം തോറ്റു പോളി. 10ാം ക്ലാസ്സോടെ അക്കാദമിക് ജീവിതത്തിന് അന്ത്യം കുറിച്ച് നേരെ പോയത് കലാമണ്ഡലത്തിലേക്കായിരുന്നു. പിന്നീട് ശാന്തിനികേതനും രാജസ്ഥാനിലെ വിശ്വമോഹൻ ഭട്ടിന്റെ ശിഷ്യത്വത്തിലേക്കും ആ യാത്ര ചെന്നെത്തി. കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ ദൂരദർശനിലായിരുന്നു ഗുരുജിയുടെ ആദ്യത്തെ കച്ചേരി കേൾക്കുന്നത്. പിന്നീട് ആ ഗുരുവിനെയും ആ വാദ്യോപകരണത്തെയും തേടി അലയുകയായിരുന്നു. എൻ്റെ ഗുരുവിൻ്റെ ശബ്ദവും ഗുരുവിൻ്റെ സംഗീതവും കേൾക്കുന്നത് കലാമണ്ഡലം കാലഘട്ടത്തിലാണ്. കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ദൂരദർശൻ കേരളത്തിൽ വന്നിട്ടേ ഉള്ളൂ. നാഷണൽ നെറ്റ്വർക്ക് 14 ഇഞ്ചിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV മാത്രമേ കാണാൻ കഴിയുമായിരുന്നു. അന്ന് എൻ്റെ കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്ന ആശാൻ്റെ വീട്ടിൽ 14 ഇഞ്ചിൻ്റെ TV ഉണ്ട്. ഞാൻ ആശാൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോൾ ആശാൻ്റെ വീട്ടിൽ നിന്ന് ഈ മോഹൻവീണ കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഗുരുവിൻ്റെ ഒരു ഇങ്ങനെ TV നല്ല സിഗ്നലില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന ഫേസും മ്യൂസിക്കും കേട്ട് ഇറ്റ് ഈസ് റിയലി ടച്ച് ഇൻസ്പയർഡ് മീ. എന്നെ ശരിക്കും പിടിച്ചു വലിച്ചു. എൻ്റെ മനസ്സിൽ പിന്നെ അത് മാത്രമായി മാറി. മൃദംഗം വായിക്കുമ്പോഴും ഒരു പെണ്ണിനോട് പ്രണയിക്കുമ്പോഴും എല്ലാം എൻ്റെ മനസ്സിൽ കടന്നു പോയതാണ്. ഇത് തന്നെ ഇങ്ങനെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അസ്തിത്വം തേടിയുള്ള യാത്ര നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകണം. ആ യാത്രയാണ് ശാന്തിനികേതനിൽ എത്തിക്കുന്നത്. ഈ ഗുരുവിനെ തേടിയുള്ള യാത്രയാണ്. അവിടെ എത്തുമ്പോൾ ശാന്തിനികേതന് ഗുരുവില്ല. പുള്ളി എങ്ങോട്ട് പോകും? ഗുരു കൽക്കട്ടയിലെ ടൗണിൽ കച്ചേരിക്ക് വരുന്നതായിട്ട് ഗുരുവിനെ കാണാൻ പോവുകയും പിന്നെ അവിടുന്ന് ഗുരു കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അവിടുന്ന് പിന്നെ ഗുരു രാജസ്ഥാനിലേക്ക് തന്നെ കൊണ്ടുപോയി. ഇന്ത്യൻ ക്ലാസിക് സംഗീതത്തിലെ 5ാം തലമുറക്കാരനായ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ട് 3 വർഷമെടുത്താണ് ഒരു മോഹനവീണ നിർമ്മിച്ചത്. ഇങ്ങനെ നിർമ്മിച്ച 6 മോഹനവീണ മാത്രമാണ് ലോകത്തിലുള്ളത്. മറ്റേതൊരു സംഗീത ഉപകരണത്തെക്കാളും പഠിച്ചെടുക്കാൻ പ്രയാസമുള്ളതാണെങ്കിലും ഏറ്റവും ആസ്വാദ്യകരമായ ഉപകരണമാണിതെന്ന് പോളി പറയുന്നു. ഗിറ്റാർ പോലെ ആദ്യ നോട്ടത്തിൽ തോന്നുമെങ്കിലും വ്യത്യസ്തമായ ആകൃതിയിലാണ് ഇത് രൂപപ്പെടുത്തിയത്. അതിന്റെ തന്ത്രികളിൽ വിരൽ വീണതോടെ സ്വയം അറിയാതെ അയാൾ സംഗീതത്തിലേക്ക് ലയിച്ചു. സംഗീതം തേടിയുള്ള അലച്ചിലിനിടയിൽ ബംഗാളിയും നേപ്പാളിയും ആസാമീസും തുടങ്ങി 9 ഭാഷകൾ ഇദ്ദേഹം വശത്താക്കി. ഇന്ത്യക്കകത്തും പുറത്തും നിരവധി വേദികളിൽ കച്ചേരി അവതരിപ്പിച്ചു.
വിയന്നയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. മൽഹാർ ഫെസ്റ്റിവൽ പോലുള്ള ഇന്ത്യയിലെ പ്രശസ്ത വേദികളിലും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഒരു തമിഴ് സിനിമയ്ക്ക് വേണ്ടിയും കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്. നിരവധി കവിതകൾ വിവിധ ഭാഷകളിലായി എഴുതിക്കൂട്ടി. ഫേസ്ബുക്ക്, ബ്ലോഗ് പോലുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിൽ സജീവ സാന്നിധ്യമായ ഇദ്ദേഹത്തിന് പ്രവാസ ലോകത്തും നിരവധി ആരാധകരുണ്ട്. പ്രവാസികളെക്കുറിച്ച് പോളി പറയുന്നതിങ്ങനെ: പ്രവാസികൾ നമ്മൾ ഈ ഒഴുകുന്ന വെള്ളമേ കുടിക്കാൻ കഴിയും. ചിരട്ടയിൽ കുറേ കാലം ഒരു വെള്ളം വെച്ചുകൊണ്ടിരുന്നാൽ അത് ചീഞ്ഞു പോകും. കേരളത്തിൽ നിന്ന്, കേരളമാകുന്ന ചിരട്ടയിൽ നിന്ന് ഇവർ ഒഴുകാൻ തുടങ്ങി. ഒഴുകിയപ്പോൾ ഒരു ജീവിതത്തെ അറിഞ്ഞു. ഒരു തരത്തിലെങ്കിലും മറ്റു തരത്തിൽ ഇവർ വേറൊരു മുഴുവൻ സമയം കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാ മലയാളി, ഈ പ്രവാസികളാണ്. കേരളത്തിലുള്ളവൻ കേരളത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. കേരള ഭാഷ ഞാൻ സംസാരിക്കുന്നത് മലയാളമാണോ ചിന്തിക്കാറില്ല. പക്ഷെ പുറത്തുള്ളവൻ വേറൊരു കേരളത്തെ സൃഷ്ടിക്കുകയാണ്. ഭാര്യ സബീനയും 3 വയസ്സുള്ള മകൾ മിത്രയുമാണ് ഇപ്പോഴത്തെ സഹയാത്രികർ. തന്റെ ഗുരുവിന് കൊടുത്ത വാക്കുപോലെ താൻ അറിയപ്പെടുന്നത് മോഹനവീണയിലൂടെയാവണമെന്ന ദൃഢത ജീവിതത്തെ സംഗീത സാന്ദ്രമാക്കി ഇയാൾ കാത്തുസൂക്ഷിക്കുകയാണ്.